ആരാണ് അർജുൻ ആയങ്കി? ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് ശേഷം CPM സൈബർ പോരാളിയായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ട യുവാവ്. സൈബർ ഇടങ്ങളിൽ രാഷ്ട്രീയ എതിരാളികളെ വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തിയും വളരെ പെട്ടെന്നാണ് അർജുൻ ആയങ്കി ശ്രദ്ധ പിടിച്ചുപറ്റിയത്. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അപ്പുറം വലിയൊരു കുറ്റകൃത്യ ശൃംഖലയുടെ സൂത്രധാരനായാണ് ഇയാൾ പിന്നീട് പുറം ലോകത്തിന് മുന്നിലെത്തിയത്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലൂടെയാണ് അർജുൻ ആയങ്കി കുപ്രസിദ്ധി നേടിയത്. വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം വഴിയിൽ വെച്ച് തട്ടിയെടുക്കുന്ന സംഘങ്ങളുടെ പ്രധാനിയായിരുന്നു അർജുൻ. നാടിനെ നടുക്കിയ 5 പേരുടെ മരണത്തിനിടയാക്കിയ രാമനാട്ടുകര സ്വർണം പൊട്ടിക്കൽ കേസിലെ പ്രധാന പ്രതിയാണ് അർജുൻ. സ്വർണ്ണക്കടത്ത് സംഘത്തെ വാഹനം ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസും കസ്റ്റംസ് എടുത്ത സ്വർണ്ണക്കടത്ത് കേസുകളും ഇയാൾക്കെതിരായുണ്ട്. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ കുറഞ്ഞപ്പോൾ ചില കൊട്ടേഷൻ സംഘങ്ങൾ സ്വർണ്ണക്കടത്തിലേക്ക് തിരിഞ്ഞത് അർജുൻ ആയങ്കിക്ക് പുതിയ വഴികൾ തുറന്നു നൽകി. അർജുൻ ആയങ്കിയുടെ ക്രിമിനൽ പശ്ചാത്തലം പുറത്തു വന്നതോടെ ഡിവൈഎഫ്ഐ ഇയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത്. സൈബർ കൊട്ടേഷൻ സംഘങ്ങളുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലെ സൈബർ ഫാൻസ് സംഘങ്ങൾ ഇയാൾക്ക് ഇപ്പോഴും സംരക്ഷണ കവചമൊരുക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പിടിക്കാമെങ്കിൽ പിടിച്ചു കാണിക്ക് എന്ന് ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും പരസ്യമായി വെല്ലുവിളിക്കുന്ന നിലപാടായിരുന്നു അർജുൻ ആയങ്കി സ്വീകരിച്ചത്. ഇയാളെ പിടികൂടാൻ ആഭ്യന്തര വകുപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കുകയും ചെയ്തു. നീണ്ട തിരച്ചിലിനൊടുവിലാണ് കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി ചർച്ചയായിരുന്ന ഒളിവിൽ കഴിയുകയായിരുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയെന്ന വാർത്ത എത്തിയത്. കണ്ണൂരിൽ നിന്നായിരുന്നു പോലീസ് പുലർച്ചെ 2:30 DIGയുടെ നേതൃത്വത്തിലുള്ള സംഘം അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് അർജുൻ ആയങ്കിയെ ഓടിച്ചിട്ട് പിടികൂടിയെന്നായിരുന്നു വിവരം. ആയങ്കിയെ പിടികൂടാനായത് പോലീസിന്റെ കൂട്ടായ പരിശ്രമം കൊണ്ടാണെന്നാണ് സംഭവത്തിന് ശേഷം കമ്മീഷണർ BV വിജയ് ഭാരത് റെഡ്ഡി വ്യക്തമാക്കിയത്. കണ്ണൂർ താളിക്കാവിലുള്ള അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയതായിരുന്നു അർജുൻ ആയങ്കി. വാറണ്ട് ഇല്ലാതെ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്യാനാവില്ല എന്ന നിലപാടിലായിരുന്നു അഭിഭാഷക ദമ്പതികൾ. പക്ഷേ അപ്പോഴേക്കും അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്കിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടുകയും ചെയ്തു. ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചെന്ന പരാതിയിലാണ് കണ്ണൂർ സൈബർ പോലീസ് അർജുൻ ആയങ്കിക്കെതിരെ പോലീസ് കേസെടുത്തത്. ജീവിതം നശിപ്പിച്ച ആളായതുകൊണ്ടാണ് വീഡിയോ ഇട്ടതെന്നായിരുന്നു കോതമംഗലം CIക്കെതിരായ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അർജുൻ ആയങ്കിയുടെ പ്രതികരണം. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കണ്ണൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിരട്ടരുത്, വളർന്ന പാർട്ടി വേറെയാണ് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള മറുപടി എന്ന നിലയിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള അർജുൻ ആയങ്കിയുടെ വെല്ലുവിളി. കോതമംഗലം ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയ കേസിലാണ് അർജുൻ ആയങ്കിയെ പോലീസ് തിരഞ്ഞിരുന്നത്. ഇതിനിടെ ഒളിവിലിരുന്ന് പോലീസിനെയും സർക്കാരിനെയും സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം വെല്ലുവിളിക്കുന്ന സമീപനമായിരുന്നു അർജുൻ ആയങ്കി സ്വീകരിച്ചു വന്നത്. തനിക്കെതിരെ കള്ളക്കേസ് ചുമത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ശനിയാഴ്ചയാണ് അർജുൻ ആയങ്കി ഏറ്റവും ഒടുവിലായി വീഡിയോ സന്ദേശം പങ്കുവച്ചത്. വെടിവെക്കുമെന്ന വാർത്ത കൊടുത്താൽ താൻ കീഴടങ്ങുമെന്നാണ് അവർ കരുതിയിരിക്കുന്നത് എന്ന് അർജുൻ വീഡിയോയിൽ പരിഹാസവും ഉയർത്തി. ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചതായാണ് അവർ പറയുന്നത്. തനിക്കെതിരെ എടുത്ത കള്ളക്കേസ് പുനരന്വേഷിക്കാനാണ് ആവശ്യപ്പെട്ടത്. അതെങ്ങനെ വെല്ലുവിളിയാകുമെന്നും അർജുൻ ആയങ്കി വീഡിയോയിൽ ചോദിച്ചിരുന്നു. ഒരു മനുഷ്യൻ പറയുന്നതായി കണ്ടാൽ മതി, പാർട്ടിയൊക്കെ രണ്ടാമതാണ്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പേരിൽ 23ഓളം കേസുകൾ എടുത്തതായാണ് അറിയുന്നത്. ആകെ മുങ്ങിയാൽ കുളിരില്ല എന്നുണ്ട്. താൻ ആകെ മുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ജീവപര്യന്തം തടവിലിട്ടാലും തനിക്ക് പ്രശ്നമില്ല എന്നും അർജുൻ ആയങ്കി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞതുമാണ്. കഴിഞ്ഞ മെയ് മാസമാണ് സംഘടിത കുറ്റകൃത്യത്തിനായി ഗൂഢാലോചന നടത്തി എന്ന കേസിൽ സുഹൃത്തിന്റെ വിവാഹത്തിനെത്തിയ അർജുൻ ആയങ്കിയെയും മറ്റ് 6 പേരെയും കോതമംഗലം SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പിന്നാലെ 21 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് കോതമംഗലം SHOയ്ക്കെതിരെ ഭീഷണി സന്ദേശം മുഴക്കുന്ന കുറിപ്പ് അർജുൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. പെൻഷൻ വാങ്ങി ശിഷ്ടകാലം നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഭീഷണി. ഇതിലാണ് ഊന്നുകൽ പോലീസ് ഒടുവിൽ കേസെടുത്തത്.